വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഈശോ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം സ്പെയിനിലെ ലയോള എന്ന പ്രശസ്തമായ കൊട്ടാരത്തിൽ 1491 കുലീന വംശജരായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു. രാജമന്ദിരത്തിൽ ഇഗ്നേഷ്യസ് ഒരു സേവകനെന്ന നിലയിലും യോദ്ധാവെന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു. ഇക്കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ വെടിയുണ്ടയേറ്റ് ശത്രുക്കളുടെ മുമ്പിൽ വീണു. നീണ്ട കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം സുഖപ്പെട്ടത്. ഇതിനിടയിൽ മരണത്തോളം എത്തിയ കഠിനമായ ഒരു ജ്വരം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. വൈദ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട അദ്ദേഹത്തെ പത്രോസ്ലീഹ ഒരു ദർശനത്തിലൂടെ സുഖപ്പെടുത്തി. ദീർഘകാലം കിടക്കുവിട്ട് എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന വിശുദ്ധൻ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം വായിക്കുവാനിടയായി. ഈ ജീവചരിത്രങ്ങൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അവന് ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടൊരു പുണ്യവാനായിക്കൂടാ? ഈ ചിന്ത അദ്ദേഹത്തെ ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ഭടനാക്കി മാറ്റി. ഉടൻ തന്നെ അദ്ദേഹം മോണ്ടുസെറാറ്റ് ബെനഡിക്റ്റൻ ആശ്രമത്തിലേക്ക് താമസം മാറ്റി. പിന്നീട് അവിടെ നിന്ന് മാണ്ടേറായിലേക്കും കുറച്ചു നാളുകൾക്ക് ശേഷം ഏകാന്ത ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ വിശുദ്ധൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. പിന്നീട് അവിടെ നിന്ന് വിശുദ്ധ സ്ഥലങ്ങളിലേക്കും ഒരു തീർത്ഥയാത്ര നടത്തി. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹത്തിൽ ഒരു വൈദികനാകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി 11 വർഷം അദ്ദേഹം പല സർവകലാശാലകളിലുമായി പഠിച്ചു. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് സേവ്യർ ഉൾപ്പെടെ 6 പേർ വിശുദ്ധന്റെ ശിഷ്യന്മാരായി. അവർ ഒരുമിച്ച് 1534 ആഗസ്റ്റ് 15 ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും മാർപ്പാപ്പയോടുള്ള വിധേയത്വത്തിലും ജീവിക്കുവാൻ വ്രതമെടുത്തു. ഇവരിൽ ഒരാൾ മാത്രമേ വൈദികനായി ഉണ്ടായിരുന്നുള്ളൂ. 1537 ജൂൺ 24 ഇഗ്നേഷ്യസും മറ്റുള്ളവരും വൈദിക പട്ടം സ്വീകരിച്ചത്. താങ്കൾ വേർപെട്ടാലും താങ്കളുടെ സഖ്യം സുസ്ഥിരമായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ അവർ ആ സഖ്യത്തെ ഒരു സഭയായി മാറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈശോ സഭ ഈ മണ്ണിൽ ജന്മമെടുത്തു. 1540 സെപ്റ്റംബർ 27 ഈശോ സഭയെ പോൾ മൂന്നാമൻ പാപ്പ രേഖാമൂലം അംഗീകരിച്ചത്. മിശിഹായ്ക്ക് വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കുന്നതിനുള്ള ഒരു വിശേഷ ശക്തി വിശുദ്ധനുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാമായി തീരുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. സ്നേഹപൂർവമായ അദ്ദേഹത്തിന്റെ ശാസനകൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവമഹത്വ വർധനം എന്നതായിരുന്നു തന്റെ സഭയുടെ മുദ്രാവാക്യമായി വിശുദ്ധൻ തിരഞ്ഞെടുത്തത്. തന്റെ ശിഷ്യഗണത്തിൽ നിന്ന് ആരെയെങ്കിലും പ്രേക്ഷിത വേലയ്ക്ക് അയക്കുമ്പോൾ വിശുദ്ധൻ അവരോട് ഇപ്രകാരം പറയുമായിരുന്നു: സഹോദരന്മാരെ, പോകുവിൻ. ഈശോ ഭൂമിയിൽ കൊളുത്തുവാൻ കൊണ്ടുവന്ന അഗ്നി എല്ലായിടത്തും വ്യാപിപ്പിക്കുകയും ലോകത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുവിൻ. 1556 ജൂലൈ 31 തന്റെ 65 വയസ്സിൽ വിശുദ്ധൻ ക്രിസ്തുവിന്റെ വിജയമകുടം സ്വീകരിക്കുന്നതിനായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു. വിശുദ്ധൻ മരിക്കുമ്പോൾ ഈശോ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000-ഓളം അംഗങ്ങളുമുണ്ടായിരുന്നു. 1662 15 ഗ്രിഗോറിയോസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.